CSI മധ്യകേരള മഹാ ഇടവക ദിനാഘോഷം നടക്കുന്ന ഈ വേളയിൽ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ബഹുമാനനായ ശ്രീ ബിജു ഡേവിഡ്, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ റവറൻഡ് ബിജു വർക്കി ജോർജ്, ബഹുമാനായ റൈറ്റ് റവറൻഡ് തോമസ് സാമുവേൽ, സദസ്സിലുള്ള അഭിവന്ദ്യരായ പിതാക്കന്മാർ, ബഹുമാന്യരായ അച്ഛന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മഹാ ഇടവകയിലെ ഏറ്റവും ആദരണീയരായ വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മിഷണറിമാരുടെ സംഭാവനകളെക്കുറിച്ച് പഠിക്കാൻ ഇടയായത് വളരെ യാദർച്ഛികമായിട്ടാണ്. ഞാൻ എൻ്റെ ഗവേഷണത്തിന് തിരഞ്ഞെടുത്തത് പത്രപ്രവർത്തനവും പത്രപ്രവർത്തന ചരിത്രവുമാണ്. പത്രപ്രവർത്തന ചരിത്രം പഠിക്കാൻ തുടങ്ങുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രം മുതൽ ആദ്യത്തെ 40 വർഷക്കാലം ക്രൈസ്തവ മിഷണറിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു മലയാളത്തിലെ പത്രങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ പ്രാദേശിക പത്രങ്ങളും ആരംഭിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ ഭാരതത്തിലെ മനുഷ്യന് ലോകവീക്ഷണമുണ്ടാക്കിയതും വെളിച്ചം പകർന്നതും ക്രൈസ്തവ മിഷണറിമാരാണ്. ഒന്നുകൂടി തിരുത്തി പറഞ്ഞാൽ ഭാരതത്തിന് പുതിയ ലോകത്തെക്കുറിച്ചും പുതിയ ചിന്തയെക്കുറിച്ചും പുതിയ ശാസ്ത്രബോധത്തെക്കുറിച്ചും അറിവ് നൽകിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ എഴുതിയ പുസ്തകത്തിന് മിഷണറിമാരുടെ കേരളം എന്ന പേര് നൽകിയത്. ഈ പേര് നൽകുമ്പോൾ തന്നെ ചില ആളുകൾ, എനിക്ക് വളരെ അടുപ്പമുള്ള ധൈഷണിക രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞു, മിഷണറിമാരുടെ സംഭാവനകൾ, മിഷണറിമാർ ചെയ്ത സേവനങ്ങൾ എന്നൊക്കെ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ ഈ മിഷണറിമാരുടെ സംഭാവനകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി മിഷണറിമാരുടെ കേരളം എന്നു തന്നെ പറയണം എന്ന് തോന്നി. അതൊരു വിവാദപരമായ തലക്കെട്ടാണ്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി 1.5 വർഷമായി നിരന്തരമായി കലഹം നേരിടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉത്തമ ബോധ്യമുള്ളതും ഇതെല്ലാം ശരിയായിട്ടുള്ളതുമാണ് എന്ന ധാരണയിലാണ് ഞാനിപ്പോഴും ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ പുസ്തകത്തിനാണ് നിരവധി ബഹുമതികൾ ലഭിച്ചു. ഏറ്റവും അവസാനം കേരളത്തിൽ ആദ്യമായി മലയാള സർവകലാശാല കൂടി ചേർന്നുകൊണ്ട് ആദ്യമായി ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ പേരിൽ ഒരു ബഹുമതി, ഒരു അവാർഡ് നിശ്ചയിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ അവാർഡ് ഈ പുസ്തകത്തിന് ലഭിച്ചു എന്നതും ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ പുസ്തകത്തെ ആദരിച്ച കേരള സമൂഹത്തോട് എനിക്ക് ഏറെ നന്ദിയുണ്ട്. ഇതൊരു ചരിത്ര പുസ്തകമാണ്, ഒരിക്കലും ഇതൊരു മതഗ്രന്ഥമല്ല. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി എഴുതിയ ഗ്രന്ഥവുമല്ല. ഇതൊരു ചരിത്ര പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ കുറേയേറെ പേജുകൾ ഏത് അടിസ്ഥാനത്തിലാണ്, എന്ത് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ ഗ്രന്ഥമല്ല, ഇത് പൊതുസമൂഹത്തിന്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സ്വത്താണ് ഈ പുസ്തകം. കേരളത്തിൻ്റെ മുഴുവൻ സ്വത്താണ് ഈ പുസ്തകം. വരുന്ന തലമുറയുടെ കൂടി സ്വത്താണ് ഈ പുസ്തകം. ഈ പുസ്തകം എഴുതി കഴിഞ്ഞതോടുകൂടി എനിക്ക് ഈ പുസ്തകത്തിലുള്ള അധികാരം, അവകാശമെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെതാണ്. ഏത് മേഖലകളിൽ എവിടെയൊക്കെ പോയി എന്തൊക്കെ ശേഖരിച്ചു, ഏതൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിലെ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ബിബ്ലിയോഗ്രഫിയിൽ പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ ഈ പുസ്തകം ട്രാൻസ്പെറൻ്റാണ്, സുതാര്യമാണ്. ഇത് സമൂഹത്തിന് എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും വിമർശിക്കാനും വിലയിരുത്തുവാനുമുള്ള അധികാരമുണ്ട്. ഇത് പൊതുസമൂഹത്തിൻ്റെ സ്വത്തായി ഈ ചരിത്രഗ്രന്ഥത്തെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷണ ഗ്രന്ഥങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും ആധികാരികമായ കേരളത്തിലെ സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു സന്തോഷം കൂടിയുണ്ട്. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 4 ദിവസത്തിന് മുൻപ് ഇതിൻ്റെ 3ാമത്തെ എഡിഷൻ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നതും എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ ഒരു ചരിത്ര ഗ്രന്ഥത്തിന് 3 എഡിഷൻ ഉണ്ടാവുക, അതും 1.5 വർഷത്തിനകം 3 എഡിഷൻ ഉണ്ടാവുക എന്നതും ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചിന്തിക്കുന്ന ആളുകൾ ഈ പുസ്തകത്തെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഉള്ള സമയം ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞു 1/2 മണിക്കൂറെന്ന് പറഞ്ഞു. എന്നെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. കാരണം ഒരു മഹാസാഗരത്തെയാണ് ഞാനിവിടെ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത്.
ഒരു മഹാസാഗരത്തിൽ നിന്നും ഒരു കൈക്കുമ്പിൾ ജലം മാത്രം എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുക എന്ന ഏറ്റവും പരിമിതമായ പ്രവൃത്തി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പ്രവൃത്തിയിലെ എല്ലാ വീഴ്ചകളും എൻ്റേതാണ്. എൻ്റെ പ്രവൃത്തിയിലെ എല്ലാ നന്മകളും എൻ്റെ അധ്യാപകരുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഈ സമൂഹത്തിൻ്റേതുമാണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. മിഷണറിമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ത്യാഗനിർഭരമായൊരു ജീവിതമാണ്. അങ്ങേയറ്റം ത്യാഗനിർഭരമായ ജീവിതമാണ്. മിഷണറിമാർ യഥാർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടി സമർപ്പിതമായ ജീവിതമാണ് നടത്തിയത്. അത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയട്ടെ, പൊതുസമൂഹത്തിന് വേണ്ടിയാണ് മിഷണറിമാർ സംഭാവന നൽകിയിട്ടുള്ളത് മുഴുവൻ. നമുക്കറിയാം, മലയാളത്തിൽ ആദ്യത്തെ പത്രമുണ്ടാകുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ പത്രമുണ്ടാകുന്നത് ദിഗ്ദർശൻ എന്നാണ്. അത് വില്യം കാരിയാണ് അത് തുടങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാളിൽ ദിഗ്ദർശനാണ് ആദ്യത്തെ പത്രം. എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ 1847 ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. അത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ഇവിടെ വരികയും ബാസൽ മിഷൻ്റെ പ്രവർത്തകനാകുകയും ഒക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും മംഗലാപുരത്തു നിന്നും അദ്ദേഹം മംഗലാപുരത്തേക്ക് പോവുകയാണ്. അദ്ദേഹം തിരുനെൽവേലിയിൽ നിന്നും കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഈ കേരളത്തിൻ്റെ മനോഹരമായ പ്രകൃതി കണ്ടപ്പോൾ, ഈ നിറയെ പച്ചപ്പും ഒഴുകുന്ന നദികളും പാവപ്പെട്ട സാധാരണക്കാര മനുഷ്യരും നിഷ്കളങ്കരായ മനുഷ്യരെയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, ഇത് ദൈവത്തിൻ്റെ പൂന്തോട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോഡ്സ് ഗാർഡൻ എന്ന് പറഞ്ഞു. ഗാർഡൻ ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഗാർഡൻ ഓഫ് ഗോഡ് എന്ന് ആദ്യമായി കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ജർമ്മൻകാരനായ ഒരു മിഷണറിയാണ് എന്ന കാര്യം ഓർക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ മുഖാമുഖം നിൽക്കുമ്പോൾ, നമ്മൾ ലോകത്തിന് മുമ്പിലേക്ക് കേരളത്തെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിനടിയിൽ എഴുതും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എഴുതും. പക്ഷേ അവിടെ അതിന് തൊട്ട് താഴെ നമ്മൾ എഴുതിയില്ല ഇത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് പറഞ്ഞതാണ് എന്ന് നമ്മൾ എവിടെയും എഴുതിയില്ല. കൃതജ്ഞത എന്നത് നമ്മൾ നഷ്ടപ്പെടുത്തുകയും കൃതജ്ഞത എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തുകയാണ്. എൻ്റെ ആദ്യത്തെ വിമർശനം അതാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടനെ പോലെയുള്ള ഒരു ക്രൈസ്തവ മിഷണറി വിദേശത്തു നിന്നെത്തി ഈ പ്രകൃതിയുടെ മനോഹാരിത കണ്ട് ഈ പ്രകൃതിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ ആ സർട്ടിഫിക്കറ്റ് പിൽക്കാലത്ത് നമ്മളൊരു പ്ലക്കാർഡായി എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ പറയുന്നില്ല ഇത് അദ്ദേഹം പറഞ്ഞതാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അതൊരു നന്ദികേടാണ്. കേരളം ഒരു നന്ദികെട്ട ഇടമായി മാറരുത് എന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. ഈ പുസ്തകത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഹെർമൻ ഗുണ്ടനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ സത്യം ലോകത്തോട് പറയുകയാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന ഒരു വലിയ മഹാനായ അദ്ദേഹത്തെ എന്തിനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പത്രപ്രവർത്തകൻ എൻ്റെ നാവിൽ വരികയാണ്. മലയാളം കണ്ട ആദ്യത്തെ പത്രാധിപരാരെന്ന് വെച്ചാൽ ആ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. മലയാളത്തിന് ആദ്യം ഒരു ഗദ്യഭാഷ ഉണ്ടാക്കി തന്നത് ആര്? മലയാളത്തിലെ അക്ഷരമാദ്യം ഉണ്ടാക്കി തന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഭാഷ എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ അന്വേഷിച്ച് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് നിശ്ചയമായിട്ടും മിഷണറിമാരുടെ സവിധത്തിലാണ് എന്ന കാര്യം ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ ഇവിടെ CSI സഭയെക്കുറിച്ച് പറയുമ്പോൾ CSI സഭയുടെ ചരിത്രം പറഞ്ഞു വന്നപ്പോൾ CMSനെ കുറിച്ച് പറഞ്ഞു, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നതിനെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തകനായി റവറൻ ബെഞ്ചമിൻ ബെയ്ലി വന്നിരുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനൊരു ഭാഷ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. മലയാള ഭാഷയുടെ വളർച്ച, വികാസ പരിണാമങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇത്തരം ഘട്ടങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മൾ മലയാള ഭാഷയെ ഇപ്പം ലോകത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠ ഭാഷയാക്കി നമ്മുടെ ഭാഷയെ മാറ്റുന്നതിന് ശ്രമിക്കുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യമായി പറഞ്ഞൊരു കാര്യം എന്താണ്? ഏറ്റവും ആദ്യമായി നമ്മൾ പറഞ്ഞൊരു ക്വാളിറ്റി, ഇത് സംസ്കൃതത്തിലുണ്ടായ ഭാഷയല്ല, സംസ്കൃതമല്ല മലയാള ഭാഷയുടെ പൂർവ്വഭാഷ, ഇത് ദ്രമിളമാണ്, ഇത് ദ്രാവിഡമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് ഈ ദ്രാവിഡമാണ് എന്ന ഈ ഭാഷയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞയാൾ? വീണ്ടും ഞാൻ ഹെർമൻ ഗുണ്ടട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഇത് മലയാളം എന്നത് ദ്രമിളമാണ്. ദ്രമിളം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ദ്രാവിഡ ഭാഷയാണ്, ദ്രാവിഡ ഗോത്ര ഭാഷയാണ്, ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷയാണ് മലയാളം എന്ന് പറയുന്നു. ആ തുരുമ്പിൽ പിടിച്ചാണ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് സംഘകാലഘട്ടത്തിലെ കൃതികൾ, പതറ്റിപ്പത്ത്, പുറനാനൂർ, അകനാനൂർ തുടങ്ങിയ ഗ്രന്ഥങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മലയാള ഭാഷയെ നമ്മൾ ശ്രേഷ്ഠ ഭാഷയാക്കി മാറ്റിയത്. അവിടെയും നമ്മൾ പറഞ്ഞില്ല ഡോക്ടർ ഹെർമൻ ഒരു ക്രൈസ്തവ മിഷണറിയാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഇത്തരം പരാമർശിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുക, ഒളിച്ചു വയ്ക്കുക, ചരിത്രത്തെ ഒളിച്ചു വയ്ക്കുക, ഇത് നമുക്കൊരു ശീലമായി മാറിയിരിക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ്. 1847 ഒന്നാമത്തെ പത്രം രാജ്യസമാചാരമാണ് മലയാളിക്ക് ആദ്യമായി ഒരു മാപ്പ് കാട്ടിക്കൊടുത്തത്. മാപ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയെ ഒരു പ്രതലത്തിലേക്ക് പകർത്തി വെച്ചാൽ അത് മാപ്പായി മാറും. മാപ്പ് ആദ്യമായി കാണുന്നത് രാജ്യസമാചാരത്തിലൂടെ മലയാളി ആദ്യമായി മാപ്പ് കാണുന്നത്. മലയാളി ആദ്യമായി ഉരുണ്ട അക്ഷരങ്ങൾ കാണുന്നത് എപ്പോഴാണ്?
അതിവിടെ കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി എന്ന വിദേശ മിഷണറി, അദ്ദേഹമാണ് ആദ്യമായി മലയാളത്തിൻ്റെ ഒരു അക്ഷരം ഉണ്ടാക്കി തന്നത്. നമ്മളിന്ന് കാണുന്ന വടിവൊത്ത മനോഹരമായുള്ള അക്ഷരം, വളഞ്ഞ അക്ഷരം, അത് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹം തനിയെ സ്വന്തം കൈകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രസ് ഉണ്ടാക്കിയത്. അവിടെ ഇപ്പോഴും അത് സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു പ്രസ് നിർമ്മിക്കുന്ന ആ പ്രവൃത്തി ചെയ്തിരുന്ന ആളല്ല. അദ്ദേഹം തിയോളജി പഠിച്ച, അദ്ദേഹം CMS കോളേജ് അവിടുത്തെ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ ഈ പറഞ്ഞ ആയുധങ്ങളെടുത്ത് സ്വയം ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്സുണ്ട്. ആ പ്രസ്സിലാണ് നമ്മളിപ്പോഴും എല്ലാം അച്ചടിക്കുന്നത്. ആ പ്രസ്സിൻ്റെ തുടർച്ചയാണ് എൻ്റെ നിങ്ങളോടുള്ള വർത്തമാനവും എൻ്റെ ഈ പുസ്തകവും എല്ലാം അതിൻ്റെ തുടർച്ചയാണ്. ഇവിടെയെല്ലാം ഒരു ഗ്രന്ഥമെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നിശ്ചയമായിട്ടും ബെഞ്ചമിൻ ബെയ്ലി എന്ന മഹാനായ മിഷണറിയാണ് നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹമാണ് ഈ അച്ചുണ്ടാക്കിയത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് നമുക്ക് മൂവബിളായിട്ടുള്ള എടുത്തു മാറ്റാൻ പറ്റുന്ന അച്ച് മലയാളത്തിൽ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹം ആളിനെ കൊണ്ടുവന്ന് ഇരുത്തി ചെയ്യിക്കുകയായിരുന്നു. അദ്ദേഹം ഡിസൈൻ ചെയ്യിച്ചതാണ്. ചതുരത്തിലുള്ള അക്ഷരങ്ങളാണ്. നമുക്കറിയാമല്ലോ മലയാള ഭാഷയുടെ പൂർവ്വ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വെട്ടെഴുത്ത്, ചുറ്റെഴുത്ത് എന്നിവയാണ് കാണുന്നത്. അപ്പോൾ അതെന്താണ്, നമ്മൾ വട്ടെഴുത്ത് എന്ന് പറയും. വട്ടെഴുത്ത് എന്ന പ്രയോഗം തെറ്റാണ്, വെട്ടെഴുത്താണ്. വെട്ടിയെടുക്കുന്ന അക്ഷരത്തെയാണ് വെട്ടെഴുത്ത് എന്ന് പറയുന്നത്. വട്ടെഴുത്തെന്ന് പറയുന്നത് ശരിയല്ല, വെട്ടെഴുത്താണ്. അപ്പോൾ അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ചതുരത്തിലാണ് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ചതുരത്തിലുണ്ടായിരുന്ന ഭംഗിയില്ലാത്ത അക്ഷരങ്ങളെ മനോഹരമായ വടിവൊത്ത വളർന്ന അക്ഷരങ്ങളാക്കി മാറ്റിയത് സത്യത്തിൽ ബെഞ്ചമിൻ ബെയ്ലി എന്ന മഹാനായ CMS മിഷണറിയാണ് എന്ന കാര്യം എത്ര പേർക്കറിയാം, എത്ര പേർ ഓർക്കുന്നു, എത്ര പേർ അത് നന്ദിയോടെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം മുതിർന്നവർക്ക് വേണ്ടിയല്ല, മുതിർന്ന ആളുകൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട്, ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിശ്ചയമായിട്ടും ഉണ്ടാവണം, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, സ്വയംഭുവല്ല ഭാഷ. മലയാള ഭാഷ സ്വയംഭുവല്ല. നമ്മുടെ മലയാള ഭാഷയുടെ പേരിൽ നമ്മൾ അത്രയധികം അങ്ങും അഹങ്കരിക്കുക വേണ്ട. വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അത്രയധികം ഞരമ്പുകളിൽ രക്തം തിളയ്ക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം നമുക്ക് കടപ്പാടുണ്ട്. വിദേശത്ത് നിന്ന് നമ്മുടെ ഭാഷയും നമ്മുടെ നാടും നമ്മുടെ ലോകവും ഒന്നും അറിയാത്ത വിദേശത്ത് നിന്ന് എത്തിയ മഹാന്മാരായ മിഷണറിമാർ ഇവിടെ എത്തുകയും നമ്മളോടൊപ്പം ജീവിക്കുകയും നമ്മുടെ ഭാഷ പഠിച്ച് നമുക്ക് വേണ്ടി ഭാഷ ഉണ്ടാക്കി തരികയും ചെയ്തു. കൃത്യമായ ഭാഷ ഉണ്ടാക്കി തരികയും ചെയ്തു. നമുക്കൊരു വ്യാകരണ പദ്ധതി ഉണ്ടാകുക എങ്ങനെയാണ്? വ്യാകരണം ഉണ്ടായത് എങ്ങനെയാണ്? വ്യാകരണം ഉണ്ടായതും മിഷണറിമാരാണ്. അർണോസ് പാതിരി എന്ന് പറയുന്ന മഹാനായ മിഷണറിയാണ് ആദ്യമായിട്ട് വ്യാകരണം ഉണ്ടാക്കുന്നത് മലയാളത്തിൽ. ആ വ്യാകരണമാണെങ്കിൽ പോലും അത് സംസ്കൃത ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള വ്യാകരണമാണ്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഡോക്ടർ ഹെർമൻ ഗുണ്ടൻ്റെയും ബെഞ്ചമിൻ ബെയ്ലിയുടെയും ഒക്കെ കാലമായപ്പോൾ അവരാണ് സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള പച്ച മലയാളത്തിൽ നമ്മളന്ന് ഉപയോഗിക്കുന്ന വ്യാകരണം ഉണ്ടാക്കിയെടുത്തത് അവരാണ് എന്ന കാര്യം ഓർക്കുക. വിഭക്തി പ്രത്യയം ഉണ്ടാക്കിയെടുത്തത് അവരാണ്. നമ്മൾക്ക് ഈ ഇംഗ്ലീഷിൽ പറയുന്ന പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് എന്നൊക്കെ പറയുന്ന ഇത്തരം വ്യാകരണ പദ്ധതികൾ പൂർണ്ണമായും നമുക്കുണ്ടാക്കി തന്നത് മിഷണറിമാരാണ് എന്ന കാര്യം ഓർക്കുക. ഇവരാരും നമ്മുടെ കോണ്ടിനെൻറ്റിൽ പോലും ഉള്ളവരല്ല. കേരളീയരല്ല, ഏഷ്യക്കാരല്ല. ഇവരെല്ലാം പുറത്തു നിന്ന് വന്നവരാണ്, വിദേശികളാണ്, യൂറോപ്പിൽ നിന്ന് വന്നവരാണ്. അവരാണ് നമുക്കിത് ഉണ്ടാക്കി തന്നത് എന്ന കാര്യം ഓർക്കുക. ഈ കേരളത്തിൽ ആദ്യമായ ഒരു ഹയർ എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്നെ വിശേഷിപ്പോൾ പറഞ്ഞു, ഞാൻ പഠിച്ചത് മദ്രാസ് സർവകലാശാല. മദ്രാസ് സർവകലാശാലയ്ക്ക് നടന്നു കയറുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇത് വിദേശികൾ ഉണ്ടാക്കിയ സർവകലാശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലകൾ മദ്രാസ് സർവകലാശാല, കൽക്കട്ട സർവകലാശാല, ഡൽഹി സർവകലാശാല 1857 സ്ഥാപിച്ച സർവകലാശാലകളാണ്. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം വിദേശികൾ നമുക്ക് നൽകിയ യൂണിവേഴ്സിറ്റികളാണ്. അതിൻ്റെ പടി കയറുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മഹാന്മാരായ ഒട്ടനവധി വിദേശ പ്രൊഫസർമാരെ ഓർത്തുകൊണ്ട് വേണം അതിൻ്റെ പടി കയറാൻ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ തന്നെ എടുത്താൽ കേരളത്തിൽ ആദ്യമായിട്ട് ഉപരിവിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത് CMS കോളേജാണ്. കോട്ടയത്തെ CMS കോളേജാണ് ആദ്യത്തെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ആദ്യത്തെ കോളേജ്. അതാണ്. അവിടെ നിന്നാണ് നിരവധി ആളുകൾ പഠിച്ച് ഈ ലോകത്തെ കീഴടക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ലോകത്തിന് മുഴുവൻ ബുദ്ധിപരമായ സംഭാവനകൾ നൽകുകയും ചെയ്തത് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഞാൻ വീണ്ടും CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലേക്ക് നേരിട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്നത്, അദ്ദേഹം 1821 പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിക്കുന്നത്. 1821, എത്ര വർഷത്തിന് മുൻപാണെന്ന് ആലോചിക്കുക. 1821 കേരളമെന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നത്? കേരളം ആർക്കും ഭാഷ പഠിക്കാൻ അവസരമില്ലാത്ത ഒരു കേരളം. കേരളത്തെക്കുറിച്ച് സാമുവൽ ബെറ്റിയറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ലാൻഡ് ഓഫ് ചാരിറ്റി എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനുള്ള സമയത്താണ് ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് പുറത്തു വന്നത്. അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത മാൻസ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒറിജിനൽ വായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വായിക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയി. അതുവരെ എൻ്റെ സങ്കല്പം എന്തായിരുന്നു? കേരളത്തിലെ ഹയർ ക്ലാസ്സിലുള്ള ആളുകൾ, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും നായർ സമുദായത്തിൽപ്പെട്ട ഹയർ ക്ലാസ്സിലുള്ളവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇവരൊക്കെ വലിയ സ്കോളേഴ്സാണെന്നാണ് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ധാരണ. പക്ഷേ സാമുവൽ ബെറ്റിയറിൻ്റെ പുസ്തകം വായിക്കുമ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹമാണ് ആദ്യമായിട്ട് സർവേ നടത്തുന്നത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സർവേ. അദ്ദേഹവും LMS മിഷണറി ആയിരുന്നു, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തകനായ മിഷണറിയായിരുന്നു. ആ സർവേയിലാണ് നമ്മൾ അറിയുന്നത് കേരളത്തിലെ ബ്രാഹ്മണ സ്ത്രീകൾക്കിടയിലുള്ള വിദ്യാഭ്യാസം സാക്ഷരതാ നിലവാരം 0.2% ആണ് എന്ന് പറയുന്നത്.
0.2% മാത്രമാണ് ബ്രാഹ്മണർക്ക് പഠിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ബ്രാഹ്മണർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല, അക്ഷരം പഠിച്ചിരുന്നില്ല എന്ന കാര്യം എത്ര പേർക്കറിയാം? നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് പാണ്ഡിത്യം, വലിയ പണ്ഡിതന്മാരാണവർ. അങ്ങനെയല്ല. ഇത് ഞാൻ പറയുന്നത് മാത്രം, മോഹൻദാസ് നിങ്ങളോട് പറയുന്നു, എൻ്റെ പുസ്തകത്തിൽ ഞാൻ പറയുന്നത് മാത്രമല്ല, നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു തെളിവുണ്ട്. നമുക്ക് വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ നമുക്കുണ്ടല്ലോ. മലയാളത്തിൽ ഗംഭീരമായൊരു നാടകം എഴുതിയ ആൾ, അടുക്കളയിൽ നരങ്കത്തേക്ക് എന്ന നാടകം എഴുതി ബ്രാഹ്മണരുടെ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തിയായി വർത്തിച്ച ആളാണ് വീട്ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ പൂജാരിയായിരിക്കുമ്പോൾ എനിക്ക് ഈ പൂജ നടത്താനുള്ള മന്ത്രം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്, മറ്റൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ഞാനൊരിക്കൽ ക്ഷേത്ര പൂജ കഴിഞ്ഞ് ഉച്ച സമയത്ത് ഒരു ആൽത്തറയിൽ ഇരിക്കുമ്പോൾ അതുവഴി ഒരു പെൺകുട്ടി വന്നു. പെൺകുട്ടി എന്നോട് ചോദിച്ചു, തിരുമേനി എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്ത് സഹായമാണ് കുഞ്ഞെ? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ ഹോംവർക്ക് കണക്കാണ്, ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഇദ്ദേഹം നാലുപാട് നോക്കി, ആരെങ്കിലും നോക്കുന്നുണ്ടോ? അപ്പോൾ ആരുമില്ല അവിടെ. ആകെ ആ ആൽമരത്തെ സാക്ഷിയാക്കി വീട്ടി ഭട്ടതിരിപ്പാടെന്ന് പറയുന്ന 35 വയസ്സുകാരനായ ബ്രാഹ്മണൻ പുരോഹിതൻ അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. ഞാനിത് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധപകുതിയിൽ, 2-ാം പകുതിയിലെ കാര്യമാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 1821 പ്രസ് തുടങ്ങിയ ബെഞ്ചമിൻ ബെയ്ലിയുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരൊറ്റ ചാട്ടത്തിന് ഇങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് എത്തുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലെ കാര്യമാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ജീവിതം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അതുകൊണ്ട് മോളൊരു സഹായം ചെയ്യുമോ? എനിക്ക് ഈ കണക്കൊന്നും പറഞ്ഞുതരാൻ കഴിയുന്നില്ല, മോൾക്ക് എന്നെ അക്ഷരം പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയാണ് അദ്ദേഹത്തെ അക്ഷരം പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നു. വേറെ എവിടെയും പറയുകയല്ല, മറ്റൊരാൾ പറയുകയല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നു, ഞാൻ ഇങ്ങനെയാണ് അക്ഷരം പഠിച്ചത് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഹയർ ക്ലാസ്സിലുള്ളവരുടെ വിദ്യാഭ്യാസ നിലവാരം. ഇതായിരുന്നു. മറ്റുള്ളവരുടെ സ്ഥിതിയോ വിദ്യാഭ്യാസമേ ഇല്ല. താഴേക്ക് വരുന്ന ആളുകൾക്ക് ആർക്കും വിദ്യാഭ്യാസമില്ല. എന്തുകൊണ്ടാണ്? സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പം പറയുന്ന കേരളമല്ല, നിങ്ങളിന്ന് കാണുന്ന, കുട്ടികളിന്ന് കാണുന്ന ഈ സമ്മോഹനമായ കേരളമല്ല പഴയ കേരളം. 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലൊക്കെ കേരളം എന്ന് പറയുന്നത് ഇരുണ്ട പ്രദേശമായിരുന്നു, ഇരുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രകാശം എവിടെയും ഉണ്ടായിരുന്നില്ല, ഒരാളും പഠിക്കുമായിരുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, സ്കൂളുകളില്ല, അങ്ങനെ ഒന്നുമില്ല. സാധാരണക്കാരന് മറ്റൊരാളിനെ സ്പർശിക്കാൻ, ആദ്യമായിട്ട് മനുഷ്യനെ സ്പർശിക്കുന്നത് എപ്പോഴാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൗതുകരമായ കാര്യം, ഈ പുസ്തകത്തിൽ എനിക്ക് പറയാൻ പറ്റാതെ പോയൊരു കാര്യമാണത്. ആദ്യമായി മലയാളി മറ്റൊരാളെ സ്പർശിച്ചതെപ്പോഴാണ്? വിദേശ മിഷണറിമാർ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് തീണ്ടലും തൊടിയിലുമുണ്ട്, സ്പർശിക്കാൻ പറ്റുകയില്ലല്ലോ. മിഷണറിമാർ ഇവരെ ചേർത്ത് പിടിച്ചു. യഥാർത്ഥത്തിൽ അതാണ് പ്രധാന കാര്യം. പലപ്പോഴും പറയാറുണ്ട്, ഈ മിഷണറിമാരെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും നേരത്തെ ആദ്യമുണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളും ഞാൻ സ്കൂളിലും കോളേജൊക്കെ പഠിക്കുമ്പോൾ, MA പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്, മിഷണറിമാർ വന്ന് മതപരിവർത്തനം നടത്തിയെന്നാണ് ഏറ്റവും പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടത്താൻ കീഴാളായ ആളുകൾ മതപരിവർത്തനം നടത്തുന്നതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലേക്ക് പോയപ്പോൾ സത്യത്തിൽ മിഷണറിമാർ ആരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. കീഴാളരായ ആളുകൾ അവിടേക്ക് ചെല്ലുകയായിരുന്നു. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ജീവിക്കാനാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്കണം. എമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് സാമൂഹികമായ മാറ്റത്തിലേക്കാണ് ആദ്യം വരുന്നത്, പിന്നാണ് മാനസികമായ മാറ്റത്തിലേക്ക് വരുന്നത്. സാമൂഹികമായി ഞങ്ങളൊന്ന് വിമോചിപ്പിക്കണം എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ മഹാനായ അംബേദ്കറോട് ചോദിച്ചു, അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഹിന്ദുമതത്തിലുണ്ടായിരുന്നു എന്ന്? ഞാൻ ഔട്ട്കാസ്റ്റ് ആയിരുന്നു, ഞാൻ പഞ്ചമനാണ്. ചാതുർമണ്ഡലത്തിൽ 4 വിഭാഗം മാത്രമേ ഹിന്ദുമതത്തിലുള്ളൂ, ഞാൻ 5-ാമനാണ്, ഞാൻ പഞ്ചമൻ, ഞാൻ ഒരിക്കലും ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നില്ല, ഞാനിതാ ഒരു പുതിയ മതം സ്വീകരിക്കുന്നു എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ മനുഷ്യൻ, ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യൻ, അവൻ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. അവർക്ക് സമൂഹത്തിൻ്റെ ഭാഗമാകുവാൻ, മനുഷ്യരാകുവാൻ വേണ്ടി അവർ മിഷണറിമാരുടെ സമീപത്തേക്ക് ചെല്ലുകയും മിഷണറിമാരിലൂടെ ഇമാൻസിപ്പേറ്റ് ചെയ്യുകയും മനുഷ്യരായി മാറുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാനവികതയുടേതായ ഒരു തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിൽ, പൊതുസമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിൽ മിഷണറിമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ പറയുന്ന 1-ാമത്തെ സ്വാതന്ത്ര്യ സമരം 1857 1-ാം സ്വാതന്ത്ര്യ സമരം അവിടെ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ തെക്കൻ തിരുവിതാംകൂറിൽ മേൽവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടത്തുകയായിരുന്നു. നമ്മൾ ഇവിടെ ചെയ്തിരുന്നത് അമ്മമാർക്കും സഹോദരിമാർക്കും മോൾ വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇത് ഞാൻ പറയുന്നത് 1852, 53, 54 കാലഘട്ടമാണ് പറയുന്നത്. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്ഥിതി ഏതായിരുന്നു? അതിലും നമ്മളെ മാറ്റിയെടുത്തതിൽ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ വീണ്ടും CMS മിഷണറിമാരിലേക്ക് എത്തുകയാണ്. ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹം ഉരുണ്ട മലയാളാക്ഷരം ഉണ്ടാക്കി. അദ്ദേഹം ഇവിടെ മതപഠനത്തിനായുള്ള സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ടാണ് വന്നത്. അദ്ദേഹം തന്നെ ആ ജോലി നിർവഹിച്ചു പോയാൽ മതിയായിരുന്നു. എന്തിനാണ് അദ്ദേഹം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയത്? എന്തിനാണ് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി അക്ഷരമുണ്ടാക്കിയത്? എന്തിനാണ് പ്രസ് ഉണ്ടാക്കിയത്? എന്തിനാണ് ഇതൊക്കെ അച്ചടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചത്? എന്തിനാണ് ഒരു ഗദ്യഭാഷ ഉണ്ടാക്കിയെടുത്തത്? യഥാർത്ഥത്തിൽ ഗദ്യഭാഷ നമുക്കുണ്ടായിരുന്നില്ല. നമ്മളിന്ന് സംസാരിക്കുന്ന
ഭാഷ എങ്ങനെയാണ് ഉണ്ടായത്? അതിന് മുമ്പ് പദ്യഭാഷ ഉണ്ടായിരുന്നത്. സാധാരണക്കാരന് സംസാരിക്കുന്നതെല്ലാം വളരെ മോശപ്പെട്ട സ്ലാങ്ങാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവരൊരിക്കലും നല്ല ഭാഷ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഡിക്ഷണറി ഉണ്ടാകുന്നത്. ആദ്യമായി ഡിക്ഷണറി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ആദ്യമായി ഡിക്ഷണറി ഉണ്ടാകുന്നു, മലയാളം ബൈബിളിൻ്റെ പരിഭാഷ ഉണ്ടാകുന്നു. അതാണ് മലയാളത്തിൽ ഏറ്റവും മനോഹരമായ ഗദ്യഭാഷ. മലയാളം ബൈബിളിൻ്റെ പരിഭാഷയാണ്. ആ പരിഭാഷയിലൂടെയാണ് നമ്മൾ ഗദ്യഭാഷ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 1839 കോട്ടയത്തെ CMS കോളേജ് വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ CMS മിഷണറിമാർ ഇവിടെയെല്ലാം പല സ്ഥലങ്ങളിലും സ്കൂളുകൾ സ്ഥാപിച്ചു. ഈ സ്കൂളുകൾ സ്ഥാപിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള വഴിയുണ്ടായി എന്നതാണ് സത്യം. മറ്റിടങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്കൂളുകൾ അല്ലാതെ സ്ഥാപിച്ചപ്പോൾ അവിടെയെല്ലാം ഹയർ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ബ്രാഹ്മണർക്ക് പഠിക്കാം, ക്ഷത്രിയർക്ക് പഠിക്കാം, നായർ സമുദായത്തിലുള്ളവർക്ക് പഠിക്കാം, താഴെയുള്ളവർക്ക് ആർക്കും പഠിക്കാൻ, സ്കൂളിലേക്ക് പോകാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. അത്തരമൊരു സമയത്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി ഒരു സ്കൂൾ ആവശ്യം. ഇന്ന് നമ്മൾ പറയും പൊതുവിദ്യാലയം എന്ന സങ്കല്പം എന്നാണ് തുടങ്ങിയത്? ഏത് വർഷത്തിലാണ് ആരംഭിക്കുന്നത്? CMS മിഷണറിമാർ വന്നതിന് ശേഷമാണ് പൊതുവിദ്യാലയം എന്ന സങ്കല്പം ആദ്യമായി ഉണ്ടാകുന്നത്. പൊതു ഇടം, എല്ലാവർക്കും വേണ്ടിയുള്ള ഇടം എന്നൊരു സങ്കല്പം ആദ്യമായി ഉണ്ടാകുന്നത് CMS മിഷണറിമാർ വന്നപ്പോഴാണ്. പൊതുവിദ്യാഭ്യാസം എന്ന സങ്കല്പം ആദ്യമായി ഉണ്ടാകുന്നത് അങ്ങനെയാണ് സ്കൂളുകൾ ഉണ്ടാക്കുന്നു. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന, പഠിക്കാവുന്ന സ്കൂളുകൾ. അപ്പോഴാണ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടെയെല്ലാം കാണുന്നതാണ് നിരവധി കുടുംബങ്ങളിൽ, വലിയ തറവാടുകളിലെല്ലാം അടിമകൾ ഉണ്ടായിരുന്നു. ഊഴിയം വേല എന്നൊരു വലിയൊരു പ്രധാന പ്രശ്നമാണ്. കേരളത്തിൽ നടന്ന ഏറ്റവും ഉജ്ജ്വലമായ സമരം അതാണ്. ഊഴിയം വേലയ്ക്കെതിരായിട്ടുള്ള സമരം അത് നടത്തിയത് CMS മിഷണറിമാരാണ് അത് നടത്തിയത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും അതിന് ഏറ്റവും മുന്നിൽ നിന്നത് അടിമകൾക്കായിട്ട് സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി തോമസ് നോർട്ടൺ എന്ന CMS മിഷണറി, അദ്ദേഹമാണ് അടിമകൾക്ക് വേണ്ടി പ്രത്യേകമായി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. ഹെൻറി ബേക്കർ, വളരെ നമുക്കറിയാം CMS കോളേജിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. പിന്നെ സാമുവൽ റിസ്ഡേൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഹെൻറി ഹാർലി ഉണ്ടായിരുന്നു. ഇവർ എറണാകുളത്തും തൃശ്ശൂരിലുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി നടത്തി. കേരളത്തിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ 1816 മട്ടാഞ്ചേരിയിലാണ് സ്ഥാപിക്കുന്നത്. CMS മിഷണറിമാരാണ് അത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഒരു സ്കൂൾ ഉണ്ടാകുന്നു. ഈ സ്കൂൾ പോരാനായിട്ട് ഈ ഹെൻറി ബേക്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായത് പെൺകുട്ടികൾക്ക് വേണ്ടിയ സ്കൂൾ. ആ സങ്കല്പമൊന്നും ഭാരതത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കൽക്കട്ടയിലും ഇവിടെയും മാത്രം. കൽക്കട്ടയിലെ പിന്നെ സെറാംപൂർ സെമിനാരിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ പ്രവർത്തനങ്ങൾ അവിടെ, അത് വില്യം കേരിയുടെ നേതൃത്വത്തിലുണ്ടായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമായി സ്കൂള്, അടിമക്കുട്ടികൾക്ക് മാത്രമായി സ്കൂള്, അതോ ആ സങ്കല്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ രാജഭരണത്തിനെതിരായിരുന്നു. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്നോട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ഈ മിഷണറിമാരുടെ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ വിദേശ ഭരണാധികാരികൾ നന്നായി സഹായിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ബ്രിട്ടീഷ് ഭരണവും പോർച്ചുഗീസുകാരുടെ കാലത്തും പോർച്ചുഗീസ് ഭരണം നടത്തിയിരുന്ന ആളുകൾ, ഡച്ച് ഭരണം നടത്തിയിരുന്ന ആളുകൾ, ഫ്രഞ്ച് ഭരണം നടത്തിയിരുന്ന ആളുകൾ, ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ ഭരണം നടത്തിയിരുന്ന ആളുകൾ, ഇവരാരും മിഷണറിമാരെ സഹായിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അധികാര കേന്ദ്രങ്ങൾ ഒരിക്കലും അറിവ് പകർന്നു നൽകാൻ തയ്യാറാവുകയില്ല. ഇവരെല്ലാം പഠിച്ച് മിടുക്കരായും പ്രധാനപ്പെട്ട ആളുകളായി കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും? പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അപകടം ചോദ്യം ചെയ്യുമെന്നതാണ് പ്രശ്നം. പഠിക്കുന്നവർ ചോദ്യം ചെയ്യുന്നത് അധികാര സ്ഥാനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും മിഷണറിമാർ ഒറ്റയ്ക്ക്, അവർക്കാകെ സഹായമുണ്ടായിരുന്ന, അവരുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ടായിരുന്നു, അത് ബൈബിൾ മാത്രമായിരുന്നു. മറ്റൊരു സഹായവും അവർക്കുണ്ടായിരുന്നില്ല. അവരെ ഒരു ഭരണാധികാരികളും സഹായിച്ചിട്ടില്ല. അവർക്കാകെ ഉണ്ടായിരുന്നത് കൈമുതലും ആത്മവീര്യവും പിന്നെ ഉണ്ടായിരുന്നത് ഈ വിശ്വാസവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് മിഷണറിമാർ പ്രവർത്തിച്ചിരുന്നത്. നിരവധി പ്രതിസന്ധികളിലൂടെയാണ് മിഷണറിമാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ LMS മിഷണറിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പർ ക്ലോത്ത് റിവോൾട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പേപ്പർ ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ പ്രൊഫസറോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പിന്നെ അവിടെ ചാന്നാർ ലഹളയെക്കുറിച്ചൊരു പേപ്പർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ആദ്യമായി വേണ്ടത് എന്താണ്? അവിടെ പോവുക, പഠിക്കുക. സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നമുക്ക് പോയി അതുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയലും ശേഖരിക്കുക, വായിക്കുക, പഠിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. ഞാനിതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേപ്പറിൻ്റെ ടൈറ്റിൽ മാറി, അത് അപ്പർ ക്ലോത്ത് റിവോൾട്ട് എന്നായി. ചാന്നാർ ലഹള എന്നത് തെറ്റായ ചരിത്രം വർഷങ്ങളായി നിങ്ങളും ഞാനും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ വല്ലാത്ത കുറ്റബോധത്തോടെയാണ് ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയായി ഇവിടെ നിൽക്കുന്നത്. ചാന്നാർ ലഹള എന്നത് ചാന്നാർമാർ നടത്തിയ ലഹളയേ ആയിരുന്നില്ല. ചാന്നാർ വിഭാഗത്തെ ചുട്ടുകരിച്ചുകൊണ്ട് സവർണർ നടത്തിയ സമരമായിരുന്നു, ലഹളയായിരുന്നു അത്. പക്ഷേ വന്നതെങ്ങനെയാണ്? ചരിത്രമായി തീർന്നത് എങ്ങനെയാണ്? ചാന്നാർമാർ ലഹള നടത്തിയെന്നാണ്. മേൽമുണ്ട് കലാപമെന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അപ്പർ ക്ലോത്ത് റിവോൾട്ട് എന്നാണ് പറയേണ്ടത്. ചരിത്രം തിരുത്തേണ്ട കാലം വന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ചരിത്രം തിരുത്തുന്നുണ്ട്. അത് ശരിയായ ചരിത്രത്തെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു, വളരെ മോശമായി ഇരുട്ടിലേക്ക് തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വർത്തമാനം നിശ്ചയമായിട്ടും ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടിയാണ് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്. രാഷ്ട്രീയം നമുക്ക് തൊട്ടുകൂടാത്തൊരു സാധനമൊന്നുമല്ല. രാഷ്ട്രീയം അനിവാര്യമാണ്. രാഷ്ട്രീയം പലപ്പോഴും പറയേണ്ട
രാഷ്ട്രവുമായി ബന്ധമുള്ളത് നിശ്ചയമായിട്ടും പറയേണ്ടി വരും. നമ്മുടെ ചരിത്രമെല്ലാം മാറ്റുന്നൊരു കാലത്തേക്ക് നമ്മൾ എത്തുന്നു. ഇരുണ്ട യുഗത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു, എത്തിക്കൊണ്ടേയിരിക്കുന്നു. പഴയ 19-ാം നൂറ്റാണ്ടിലേക്ക് ഭാരതം പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ഇന്ന് ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന കാര്യം ഓർക്കുക. ഇത് പറയേണ്ട സന്ദർഭം ഇതാണ് എന്നതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. വീണ്ടും നമുക്ക് റവറൻഡ് ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മഹാനായ മിഷണറി, അദ്ദേഹത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുള്ളൊരിടത്ത് നിന്നാണ് ഞാനിത് വർത്തമാനം പറയുന്നത് എന്നെനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട്. ഞാൻ ഇനി 1-2 പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സമയം വളരെ പെട്ടെന്നാണ് ഓടിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് നിയന്ത്രിക്കാം. 1848 ജോർജ് മാത്തൻ, ആർച്ച് ഡീക്കൻ കോശി എന്നിവർ ചേർന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ ജ്ഞാനനിക്ഷേപം എന്നൊരു പത്രമുണ്ടാകുന്നത്. ഇത് 3-ാമത്തെ പത്രമാണ്. ഞാൻ നേരത്തെ 2 പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ആദ്യത്തെ പത്രം രാജ്യസമാചാരം. 1848 ജൂണിലാണ് രാജ്യസമാചാരം പുറത്തു വരുന്നത്. 1848 സെപ്റ്റംബറിൽ പശ്ചിമോദയം എന്ന പത്രം വരുന്നു. പശ്ചിമോദയം എന്ന പത്രത്തിലൂടെയാണ് പലരും പറയാറുള്ളതാണ്, പലരും നിരന്തരം ഇപ്പോഴും പറയുന്നു. അടുത്ത സമയത്ത് ഹിന്ദുവിലൊരു ലേഖനം പോലും വന്നു, പുരോഹിതന്മാരൊക്കെ ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറയാറുണ്ട്. പുരോഹിതന്മാരൊക്കെ ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മളെ ആദ്യം ശാസ്ത്രം പഠിപ്പിച്ചത് മിഷണറിമാരാണ്. ക്രൈസ്തവ മിഷണറിമാരാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിച്ചത്. മലയാളി ആദ്യമായി ശാസ്ത്രം പഠിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. മലയാളി ആദ്യമായി സോളാർ സിസ്റ്റം എന്താണ്, സൗരയൂഥ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കുന്നത് പശ്ചിമോദയം എന്ന 2-ാമത്തെ പത്രത്തിലൂടെയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതാണ് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് രാജ്യസമാചാരത്തിനെയും പശ്ചിമോദയത്തിൻ്റെയും മുഴുവൻ ലക്കങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വാങ്ങാൻ കിട്ടും. പക്ഷേ സംസ്ഥാന സർക്കാരിനെ കൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. മറ്റൊരു പ്രസാധകരാകുമ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ പോകും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2-ാമത്തെ പത്രമായി പശ്ചിമോദയത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 2 പത്രങ്ങളും കണ്ടെടുത്ത ഒരാൾ, എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഈ 2ഉം കണ്ടെടുത്ത ഒരാൾ കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട ഞാനെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ 2 പത്രങ്ങളും ശേഖരിക്കുക മാത്രമല്ല, ഈ 2 പത്രങ്ങളും മുഴുവൻ ലക്കങ്ങളും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ്റെ കോപ്പി അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പകർത്തി എഴുതിയല്ല, അതിൻ്റെ കോപ്പി അങ്ങനെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യപൂർവ്വം നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയുന്നത്. കാരണം തെളിവുകൾ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ടാണ് എൻ്റെ വാദമുഖങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചിമോദയം എന്ന 2-ാമത്തെ പത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് സോളാർ സിസ്റ്റം ആളുകൾക്ക് അറിയുന്നത്. ക്രൈസ്തവ വിശ്വാസിയായ, ജീസസിനെ വിശ്വസിക്കുന്ന, ജീസസിൽ പരമമായ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചിട്ടുള്ള മിഷണറിമാരാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാ നടുക്ക് സൂര്യൻ, ചുറ്റിനും ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ, സോളാർ സിസ്റ്റം, സൗരയൂഥ സിദ്ധാന്തം ഇങ്ങനെയൊന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. ശാസ്ത്രം കൃത്യമായി പറഞ്ഞു തരുന്ന പശ്ചിമോദയം എന്ന പത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 2-ാമത്തെ പത്രം. ഇത് 1847 കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 170 വർഷത്തിനപ്പുറമുള്ള കാര്യം. അന്ന് നമ്മളോട് പറഞ്ഞു തന്ന മിഷണറിമാരോട് നന്ദിയല്ലാതെ എന്താണ് പറയേണ്ടത്? നിശ്ചയമായിട്ടും നന്ദി പറഞ്ഞേ മതിയാകുള്ളൂ. വീണ്ടും ഞാൻ 3-ാമത്തെ പത്രമായ ഈ ജ്ഞാനനിക്ഷേപം, മലയാളത്തിലെ 3-ാമത്തെ പത്രമാണ് ജ്ഞാനനിക്ഷേപം. 1848 പുറത്തു വന്ന ജ്ഞാനനിക്ഷേപത്തിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പെറുക്കി വയ്ക്കാവുന്ന അച്ചുകൾ ഉപയോഗിച്ചുള്ള ഒരു അച്ചടി നമ്മൾ കാണുന്നത്. മലയാളത്തിലെ അച്ചടിച്ച ആദ്യത്തെ പത്രം CMS മിഷണറിമാർ സംഭാവന ചെയ്ത ജ്ഞാനനിക്ഷേപമാണ് എന്ന കാര്യം അഭിമാനത്തോടെ പറയാം. മലയാളി ആദ്യമായിട്ട് പത്രം കാണുന്നത്, മലയാളി ആദ്യമായിട്ട് അച്ചടിച്ച പത്രം കാണുന്നത് കോട്ടയത്തു നിന്നിറങ്ങിയ ജ്ഞാനനിക്ഷേപം എന്ന പത്രമാണ്. അതിന് പേര് തന്നെ കേൾക്കുക, ദി ട്രഷറി ഓഫ് നോളജ്. ജ്ഞാനനിക്ഷേപം എഴുതിയിട്ട് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ദി ട്രഷറി ഓഫ് നോളജ്. ഇന്നത്തെ പത്രത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ആ പത്രത്തിനുണ്ടായിരുന്നു. ഏറ്റവും മുകളിലായി വലതുവശത്ത് പത്രത്തിൻ്റെ വിലയുണ്ടായിരുന്നു, ഇടതുവശത്ത് പത്രത്തിൻ്റെ ലക്കമുണ്ടായിരുന്നു. തൊട്ട് താഴെയായി അവിടെ കൊടുത്തിരിക്കുന്നത് ഈ മുഖപുര എന്ന് പറയുന്നത് കൊടുക്കുന്നു. മുഖപുരയ്ക്ക് താഴെയായിട്ട് ഈ പറഞ്ഞ ടൈറ്റിൽ ജ്ഞാനനിക്ഷേപം, അതിൻ്റെ താഴെ ഇംഗ്ലീഷിൽ ദി ട്രഷറി ഓഫ് നോളജ്. അതിന് താഴെയായിട്ട് ഇതേത് വർഷമാണ്, എപ്പോഴാണ് ഇറക്കുന്നത് എന്ന അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തുള്ള കണ്ടൻറ് എന്താണെന്ന് കൊടുത്തിരിക്കും. ഇപ്പം നമ്മൾ പറയുമല്ലോ, പത്രത്തിൽ ഉള്ളടക്കം വരുന്നില്ലേ, ഉള്ളടക്കം എന്ന് പറയുന്ന സങ്കല്പം ആദ്യം വരുന്നത് ആ പത്രത്തിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുത്തിരിക്കുന്നത് ജ്ഞാനനിക്ഷേപത്തിൻ്റെ ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി ഈ തീയതിയും ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഒരു പദ്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മീറ്റിങ്ങുകളിലെല്ലാം പറയാറുണ്ടല്ലോ, വിദ്യാധനം സർവധനാൽ സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത്. ഇത് മലയാളി എവിടെ നിന്നാണ് വായിച്ചെടുത്തത്? യഥാർത്ഥത്തിൽ ഇത് ഉപനിഷത്ത് വാക്യമാണ്. പക്ഷേ മലയാളി ആദ്യമായി വായിച്ചെടുത്തത് ജ്ഞാനനിക്ഷേപത്തിലൂടെയാണ്. ജ്ഞാനനിക്ഷേപത്തിൽ ഇത് അച്ചടിച്ചിരുന്നു എന്നാണ് പ്രശ്നം. ജ്ഞാനനിക്ഷേപത്തിൻ്റെ മോട്ടോയായി അച്ചടിച്ചിരുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വരികളാണ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. ആ വർഷം 1848 ഇത് സമൂഹത്തോട് പറയുകയാണ്. അന്ന് മുതൽ നമ്മൾ കേട്ട് പഠിക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ജ്ഞാനനിക്ഷേപമാണ് ഇത് എന്നെ പഠിപ്പിച്ചതെന്ന്. ഒരു പ്രസംഗകനും ഒരിക്കലും പറയാറില്ല വിദ്യാധനം സർവധനാൽ പ്രധാനം. എല്ലാ സ്കൂളുകളിലും നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഇതാരാണ് ആദ്യം നമ്മളോട് പറഞ്ഞു തന്നത്? യഥാർത്ഥത്തിൽ ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിൻ്റെ 1-ാം ലക്കത്തിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും. തുടർന്ന് വന്ന 6 ലക്കങ്ങളിൽ തുടർച്ചയായി ഇത് കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ അതേ പത്രത്തിൽ തന്നെ വാരവൃത്താന്തം, ആഴ്ചക്കുറിപ്പുകൾ എന്നൊക്കെ പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന രീതികൾക്ക് പ്രിമിറ്റീവായിട്ടുള്ള ഏറ്റവും സമ്പ്രദായമാണ് വാർത്താ സംഗ്രഹം എന്നൊരു കാര്യം അതിനകത്ത് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാർത്താ സംഗ്രഹത്തിൽ 1-ാം ലക്കത്തിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ക്ലോറോഫോം എന്നാണ് ടൈറ്റിൽ.
ഞാൻ സത്യത്തിൽ ഈ ലക്കങ്ങൾ വായിച്ചപ്പോൾ അതിശയിച്ചു പോയി. അതിശയം കൊണ്ട് ഞാൻ അങ്ങ് എൻ്റെ അസ്തിത്വം തന്നെ എനിക്ക് നഷ്ടമാകുന്നു എന്ന് തോന്നിപ്പോയി. ക്ലോറോഫോമിനെ കുറിച്ച് 1848 1848 ക്ലോറോഫോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒരു പത്രം. ക്രൈസ്തവ മിഷണറിമാർ ഇറക്കുന്ന CMS മിഷണറി ഇറക്കിയ ജ്ഞാനനിക്ഷേപത്തിലാണ് ക്ലോറോഫോമിനെ കുറിച്ച് മലയാളി ആദ്യമായിട്ട് അറിയുന്നത്. നമ്മളൊക്കെ ക്ലോറോഫോമിനെ കുറിച്ച് പഠിച്ചു എത്രയോ വർഷത്തിന് ശേഷമാണ്. കോളേജിൽ പോയപ്പോഴാണ് ക്ലോറോഫോമിനെ കുറിച്ച് പഠിച്ചത്. സ്കൂളിൽ പോലും പഠിച്ചില്ല. ക്ലോറോഫോം കണ്ടുപിടിച്ചിരിക്കുന്നു, വിദേശത്ത് യൂറോപ്പിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ മലയാളിക്ക് അത് എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ഏറ്റവും നവീനമായ ശാസ്ത്ര വിഷയങ്ങൾ മലയാളികളിലേക്ക് എത്തിച്ചു കൊടുത്ത പത്രമാണ് ജ്ഞാനനിക്ഷേപം എന്ന പത്രം. ഈ പത്രം ഒരു പൊതുവായ പത്രമായിരുന്നു. ഒരിക്കലും ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല. അതിനകത്ത് സുവിശേഷമുണ്ട്, കുറച്ച് ഭാഗങ്ങളിലുണ്ട്, പക്ഷേ സങ്കീർത്തനമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പത്രം ഇറക്കുക എന്ന സങ്കല്പത്തെ ആദ്യമായി മലയാളത്തിൽ കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്, CMS മിഷണറിമാർ തന്നെയാണ്. ഞാൻ ഇനി ഒരു പത്രത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വിദ്യാസംഗ്രഹം എന്ന പത്രം. വിദ്യാസംഗ്രഹം എന്ന പത്രമാണ് ഭാരതത്തിൽ ആദ്യമായി ഒരു അക്കാഡമിക് ആയിട്ടുള്ള ജേർണൽ വരുന്നത്. നമ്മളിപ്പം റിസർച്ച് ജേർണലൊക്കെ ഇറക്കുന്നുണ്ടല്ലോ, അക്കാഡമിക് ജേർണലുകൾ, യൂണിവേഴ്സിറ്റിയൊക്കെ അക്കാഡമിക് ജേർണൽ ഇറക്കുന്നുണ്ട്. ഞാനും ഒരു ജേർണലിൻ്റെ എഡിറ്ററാണ്. പക്ഷേ ഈ അക്കാഡമിക് ജേർണൽ എന്ന സങ്കല്പം ആദ്യമായി മലയാളത്തിൽ കൊണ്ടുവരുന്നത്, കേരളക്കരയിൽ കൊണ്ടുവരുന്നത്, ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 1864 CMS മിഷണറിമാരാണ്. മാത്രമല്ല CMS കോളേജിൽ നിന്നാണ് ആ പ്രസിദ്ധീകരണം പുറത്തു വന്നിരുന്നത്. ഇതൊരു ബൈലിംഗ്വൽ പ്രസിദ്ധീകരണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബൈലിംഗ്വൽ പ്രസിദ്ധീകരണമാണ്. ഒക്കെ നമ്മൾ ഈ പത്രപ്രവർത്തനമൊക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചാലും ആവേശം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടി പോകും. മറ്റൊരു ഭാഷയിലും ഇല്ല ഇത്. ഇന്ത്യയിലെ മറ്റൊരു ഭാഷയിലും അങ്ങനെ ഇറങ്ങിയതില്ല. 1864 ബൈലിംഗ്വൽ പ്രസിദ്ധീകരണം, പകുതി ഇംഗ്ലീഷിലും പകുതി മലയാളത്തിലുമായിട്ട് ഒരു പ്രസിദ്ധീകരണം പുറത്തു വരികയാണ്. ഈ പ്രസിദ്ധീകരണത്തിന് മുഴുവൻ ലക്കങ്ങളിൽ ലഭ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളാരെങ്കിലും ഗവേഷണം നടത്താനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വഴിക്ക് ധൈര്യമായി പോവുക. നിങ്ങളുടെ പിന്നാലെ ഞാനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന ഈ പത്രം ഇത് രണ്ട് ബൈലിംഗ്വലായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടാണ് ഈ പത്രം പുറത്തിറങ്ങിയിരുന്നത്. മാത്രമല്ല കേരള ഇൻ ദി ഓൾഡൻ ടൈംസ്, നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേരള ഇൻ ദി ഓൾഡൻ ടൈംസ്, പഴയ കാലത്ത് കേരളം എങ്ങനെയായിരുന്നു ചരിത്രം കൃത്യമായി പറഞ്ഞു തരികയാണ്. ഏറ്റവും വിസ്മയം തോന്നിക്കുന്ന കാര്യം, മലയാളത്തിലെ ആദ്യത്തെ ചരിത്രഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചരിത്രഗ്രന്ഥം പല ഗ്രന്ഥങ്ങളും നിങ്ങൾ പറയും. നിങ്ങൾ പറയാൻ സാധ്യമില്ലാത്തൊരു ഉത്തരം ഞാൻ പറയാം. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രഗ്രന്ഥം കേരളപ്പഴമ എന്ന പുസ്തകമാണ്. ഹെർമൻ ഗുണ്ടട്ട് ഇറക്കിയ കേരളപ്പഴമ എന്ന പുസ്തകമാണ്. പശ്ചിമോദയത്തിൻ്റെ ലക്കങ്ങളിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്ന കേരളപ്പഴമയാണ്. അതിലൂടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് പോർച്ചുഗീസുകാർ വാസ്കോ ഡ ഗാമ ഇവിടേക്ക് വന്നത്. വാസ്കോ ഡ ഗാമ ഇവിടേക്ക് വന്നത് നമ്മൾ ശ്രീധരമേനോൻ സാറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ ആദ്യം എവിടെയാണ് ഇത് എഴുതിയത്? പിന്നിലേക്ക് പോയാൽ അത് നിശ്ചയമായിട്ടും ബാസൽ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്ന ഹെർമൻ ഗുണ്ടട്ട് പുറത്തിറക്കിയ രാജ്യസമാചാരം എന്ന പശ്ചിമോദയ എന്ന രണ്ടാമത്തെ പത്രത്തിലെ ആദ്യ ലേഖനമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിദേശികളുടെ വരവിനെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രഗ്രന്ഥം കേരളപ്പഴമ എന്ന ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും പഴയ കാലത്തേക്ക് നമ്മളെ പോകുമ്പോൾ അതിന് നമുക്ക് ചരിത്രഗ്രന്ഥം തന്നത് എവിടെയാണ്? ആ ചരിത്രമാണ് കേരള ഇൻ ദി ഓൾഡൻ ടൈംസ് എന്ന് പറഞ്ഞിട്ട് വിദ്യാസംഗ്രഹത്തിൽ തുടർച്ചയായി വന്നിരുന്ന ലേഖനങ്ങൾ. അപ്പോൾ ചരിത്രം നമ്മളെ പഠിപ്പിച്ചതും യഥാർത്ഥത്തിൽ ആരുടെ ചരിത്രമാണ്? വിദേശികളുടെ ചരിത്രമല്ല, നമ്മുടെ ചരിത്രം, നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു, കേരളത്തിൻ്റെ പഴയ കാലം എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ ഒരാളല്ലാത്ത വിദേശത്തു നിന്നെത്തിയ വിദേശ മിഷണറിമാരാണ് നമ്മളെ പഠിപ്പിച്ചതെന്ന കാര്യം ഓർക്കുക. വിദ്യാസംഗ്രഹം എന്ന പത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് വരുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു ആത്മകഥ, ഒരു ജീവചരിത്രം, ബയോഗ്രഫി നമ്മൾ കാണുന്നത് എപ്പോഴാണ്? രാജശില്പി എന്ന പേരിൽ വിദ്യാസംഗ്രഹത്തിൽ വന്ന ആദ്യത്തെ ബയോഗ്രഫിയാണ് മലയാളത്തിലുണ്ടായ ആദ്യത്തെ ബയോഗ്രഫി. അതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഏതാണ് അത്? ആദ്യത്തെ പത്രമായി പശ്ചിമോദയം എന്ന പത്രത്തിൽ വന്ന താഹിതി ദ്വീപിലെ വിദ്യാർത്ഥികൾ എന്നതാണ് ആദ്യത്തെ ചെറുകഥ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? നിശ്ചയമായിട്ടും നിങ്ങൾ ഉത്തരം വരുമെന്ന് എനിക്കറിയാം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖ എന്ന് പറയും. അതല്ലെങ്കിൽ ആദ്യത്തെ നോവൽ കുന്തലത എന്ന് പറയും. ഇത് രണ്ടുമല്ല മലയാളത്തിലെ ആദ്യത്തെ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ, മലയാളികൾ ആദ്യം വായിച്ച നോവൽ ഒരു ഇംഗ്ലീഷ് നോവലാണ്. ആ നോവൽ വായിച്ചത്, ആ നോവൽ പ്രസിദ്ധീകരിച്ചത് വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന ഈ CMS മിഷണറിമാർ പുറത്തിറക്കിയ മൂന്നാമത്തെ പത്രത്തിലൂടെയാണ്. വിദ്യാസംഘത്തിൻ്റെ എല്ലാ ലക്കങ്ങളിലും ആ നോവൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ദി സ്ലെയിൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. ആ നോവൽ പറയുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുമെന്ന് പറയാം. അതിന് വിമർശനമുണ്ടാകുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് ആ നോവലിൻ്റെ മുഴുവൻ ടെക്സ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ വായിക്കാവുന്നതാണ്. ഇത് നാളെ ഒരു കാലത്ത് ആരും പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ശേഷം ആരെങ്കിലും ഇത് ഏറ്റെടുത്ത് നടത്തും എന്നും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ ദി സ്ലെയർസിൻ്റെ മുഴുവൻ ലക്കങ്ങളും മുഴുവൻ അധ്യായങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതൊരു വനിതയാണ്. ഇവിടെ ഇരിക്കുന്ന വനിതകളായിട്ടുള്ള ആളുകൾക്ക് അഭിമാനിക്കാം. അതെഴുതിയത് മിസ്റ്റർ കോളിൻസിൻ്റെ സഹധർമ്മിയാണ്. CMS കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ കോളിൻസ് ഉണ്ട്. നമുക്ക് ഡിക്ഷണറി, ഒന്നാന്തരം ഗംഭീരമായ ഡിക്ഷണറി തന്ന ആൾ. ഇംഗ്ലീഷ് ഡിക്ഷണറി, അദ്ദേഹത്തിൻ്റെ കോളിൻസ് ഡിക്ഷണറിയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള മിസ്സിസ് കോളിൻസാണ് ഈ നോവൽ എഴുതിയത്. ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മലയാളത്തിലെ ആദ്യത്തെ ദളിത് സങ്കല്പത്തിലുള്ള നോവലാണ്. കീഴാളൻ്റെ ധർമ്മസങ്കടത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ നോവലാണ് യഥാർത്ഥത്തിൽ ദി സ്ലെയർസ് എന്ന ഇംഗ്ലീഷ് നോവൽ. മലയാളി ആദ്യം വായിച്ചെടുത്തത് ആ ഇംഗ്ലീഷ് നോവലാണ്. പിന്നെ അതിന് മലയാള പരിഭാഷ ഉണ്ടായി. അതിൻ്റെ പേരാണ് ഘാതകവധം. അത് വായിച്ചിട്ടുള്ള ചിലരെങ്കിലൂടെ ഉണ്ടാകും.
മലയാളത്തിൽ ഒരു നല്ല ട്രാൻസ്ലേഷൻ അല്ല, അതൊരു നല്ല ട്രാൻസ്ലേഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും അതിൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും പറയുന്നില്ല. ഒരു പരീക്ഷകളിലും PSC ടെസ്റ്റിലൊന്നും അത് പറയുന്നില്ല. മലയാളി ആദ്യം വായിച്ച നോവൽ ഏതെന്ന് ചോദിച്ചാൽ ദി സ്ലെയർ സീൽ എന്ന് ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല. സത്യം എഴുതിയാൽ മാർക്ക് കിട്ടാതെ പോകുന്ന ഒരു കാലത്തേക്കാണ് നാം ജീവിക്കുന്നത്. സത്യം ഇതാണ്. ദി സ്ലെയർ സീൽ എന്ന നോവലാണ് ആദ്യമായി മലയാളി വായിച്ചെടുത്തത്. ഇത് 1864 ഈ നോവൽ എഴുതി തുടങ്ങുന്നത്. 1864 നോവൽ എഴുതുകയും പിന്നീട് അവിചാരിതമായി മിസ്സസ് കോളിൻസ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നു. ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എഴുതണമല്ലോ. ബാക്കി ഭാഗം മിസ്റ്റർ കോളിൻസ് ഭർത്താവ് എഴുതുകയാണ്. നിങ്ങൾക്കൊരു മത്സരം വേണമെങ്കിൽ ഏർപ്പെടുത്താം. ഈ നോവൽ വായിച്ചിട്ട് എവിടെയാണ് മിസ്റ്റർ കോളിൻസ് നിർത്തിയത്, എവിടെയാണ് മിസ്സസ് കോളിൻസ് മിസ്സസ് കോളിൻസ് എവിടെയാണ് നിർത്തിയത്, മിസ്റ്റർ കോളിൻസ് എവിടെയാണ് തുടങ്ങിയത് എന്ന് കണ്ടുപിടിക്കാമെങ്കിൽ എല്ലാവർക്കും സമ്മാനം കിട്ടും. കണ്ടുപിടിക്കാൻ ഞാൻ ഇത്ര കാലവും ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. ഞാനൊരു 25 തവണയെങ്കിലും ഈ നോവൽ തലങ്ങും വിലങ്ങും വായിച്ചിട്ടുണ്ട്. എവിടെയാണ് ഭാര്യ എഴുതി നിർത്തിയത്, എവിടെയാണ് ഭർത്താവ് തുടങ്ങിയത്, കണ്ടുപിടിക്കാനാവുന്നില്ല. അപ്പോൾ ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു മാനസികമായ ഒരു പൊരുത്തം ആലോചിച്ച് നോക്കുക. ചർച്ച് മിഷണറി സൊസൈറ്റി സുവിശേഷം മാത്രമല്ല, മനുഷ്യൻ്റെ മാനസികമായ സംഘർഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്നേഹത്തിൻ്റെതായ മനോഹരമായ നദിയും ഒഴുക്കിക്കൊണ്ടിരുന്നു എന്ന് ഈ പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നു. ഇവർ രണ്ടുപേർ ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായി ജീവിച്ച ദമ്പതികളാര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മിസ്റ്റർ കോളിൻസും മിസ്സസ് കോളിൻസ് എന്ന് പറയും. കാരണം മറ്റെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം, പക്ഷേ ഒരാളിൻ്റെ മനസ്സിനുള്ളിലേക്ക് കടന്നുകയും ആ ആത്മാവിഷ്കാരത്തെ പിന്തുടരുകയും അതേ ഘട്ടത്തിൽ അതേ രീതിയിൽ അതേ ചൂടോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ സാഹസികമാണ്. ഒരു എഴുത്തുകാരൻ്റെ കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവർ തമ്മിലുള്ള മാനസികമായ ഐക്യത്തോടൊപ്പം അത്രമാത്രം ഐക്യം ഒരു പക്ഷേ ലോകത്ത് മറ്റാർക്കും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഈ നോവൽ നമ്മളോട് വിളിച്ചു പറയുന്നു. മിസ്സസ് കോളിൻസ് എന്ന് പറയുന്ന ആ മഹതിയെ, വലിയ എഴുത്തുകാരിയെ ഞാൻ നന്ദിയോടെ ആദരവോടെ ഒരു എഴുത്തുകാരനത്തിൽ ഓർക്കുകയും ആ മഹതിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ മലയാള നോവൽ സാഹിത്യം മുഴുവൻ സമർപ്പിക്കണം എന്നാണ് എൻ്റെ പക്ഷം. അതാണ് ഈ ദി സ്ലെയർ സ്ലെയിൻ എന്ന നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമുക്കൊരിക്കലും കീഴാളര സങ്കല്പത്തെക്കുറിച്ച്, ദളിതരെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്ന കാലമേ അല്ല അത്. അന്നൊരിക്കലും ഇത്തരം സങ്കല്പങ്ങൾ പോലും വന്നിട്ടില്ല. പക്ഷേ അതിൽ അക്കാലത്ത് പോലും ഏറ്റവും പാവപ്പെട്ടവൻ്റെ കണ്ണീരിനെക്കുറിച്ച്, ഏറ്റവും പാവപ്പെട്ടവൻ്റെ അടികൊള്ളുന്ന അടിമയായിട്ടുള്ള, ഏറ്റവും കറുത്തവനായിട്ടുള്ള, ഏറ്റവും ദരിദ്രനായിട്ടുള്ള കീഴാളനെക്കുറിച്ച് ആ വനിത ചിന്തിക്കുകയും നോവലിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്തൊരു വലിപ്പമാണ്, എന്തൊരു വിശാലതയാണ്. മാനവികതയുടെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്കാണ് മിസ്സസ് കോളിൻസ് എന്ന എഴുത്തുകാരൻ നിൽക്കുന്നത്. CMS മിഷണറിമാരുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ആ മഹതിയെ ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇനിയും വീണ്ടും വരാം. ഈ പത്രത്തിലേക്ക് വരുമ്പോൾ ഈ പത്രമാണ് നമുക്ക് ഏറ്റവും നവീനമായ നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഭാഷയുടെ കാര്യത്തിൽ, ചരിത്രത്തിൻ്റെ കാര്യത്തിൽ, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ, ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മളിലേക്ക് എത്തിച്ചു തന്നത് ഈ പത്രമാണ്. വിദ്യാസംഗ്രഹം എന്ന പത്രമാണ്. ഈ പത്രം 3 മാസത്തിലൊരിക്കൽ പുറത്ത് വന്നിരുന്നുവെങ്കിൽ, ഈ പത്രം ഒരു കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്നാണ് പുറത്ത് വന്നിരുന്നെങ്കിൽ, ആ ഒരു വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിപരമായ ഇൻ്റലക്ച്വൽ എക്സസൈസായിട്ടാണ് നമ്മൾ ആ പത്രത്തെ കാണേണ്ടത്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയും സാധാരണക്കാരിൽ കൂടെ കടന്നു പോവുകയും ചെയ്ത രാജ്യസമാചാരത്തിൽ ആരംഭിക്കുന്നു, പശ്ചിമോദത്തിലെത്തുന്നു, ജ്ഞാനനിക്ഷേപത്തിലെത്തുന്നു, അത് കഴിഞ്ഞ് വിദ്യാസംഗ്രഹത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സമൂഹം എത്രമാത്രം ഉയർന്നു എന്ന് ഈ പത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഈ സമൂഹം എങ്ങനെയാണ് ഉയർന്നത് എന്ന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മിഷണറിമാരുടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിൽ, കേരള മാതൃക സൃഷ്ടിക്കുന്നതിൽ, നമ്മളിപ്പം പറയുമല്ലോ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, ചിന്തയുടെ രംഗത്ത്, സാഹിത്യ രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത്, ഈ രംഗത്തെല്ലാം നമ്മൾ മുന്നോട്ട് വന്നെന്ന് പറയുന്നു. ഈ രംഗങ്ങളുടെ എല്ലാം പിന്നിലേക്ക് പോയി നമ്മൾ എത്തി നിൽക്കുന്നത് നിശ്ചയമായിട്ടും ഒരു മിഷണറിയുടെ മുന്നിലായിരിക്കും, അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തെ കേരളമാക്കി മാറ്റിയത് നിശ്ചയമായിട്ടും മിഷണറിമാരാണ്. അതിലേറ്റവും ഉജ്ജ്വലമായ പങ്ക് വഹിച്ചത് ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ CMS മിഷണറിമാരാണ് എന്ന കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുവാനും എൻ്റെ ഈ ചെറിയ അഭിപ്രായങ്ങൾ, വളരെ ചെറിയ ചരിത്ര ചിന്തകൾ നിങ്ങളുമായി പങ്കിടാനും എനിക്ക് അവസരമുണ്ടാക്കിയതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. മിഷണറിമാരുടെ കേരളം എന്ന ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, മുതിർന്നവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. പക്ഷേ ചെറുപ്പക്കാർ നിങ്ങൾ ഈ പുസ്തകം വായിക്കുകയും ഈ പുസ്തകത്തിലുള്ള പോരായ്മകൾ, ഈ പുസ്തകത്തിൽ ഞാൻ വിട്ടുപോയ നിരവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പൂർത്തിയാക്കുകയും ഇതിനേക്കാൾ ഉജ്ജ്വലമായ ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മിഷണറിമാരുടെ സംഭാവനകളെക്കുറിച്ച് ഉണ്ടാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി, എനിക്ക് ശേഷം വലിയ പ്രഗത്ഭർ എത്തിച്ചേരും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മഹായിടവകയിലെ ഈ ഒത്തുചേരൽ നിശ്ചയമായിട്ടും ബുദ്ധിപരമായ വലിയ കണ്ടെത്തലുകൾക്കും ഉജ്ജ്വലമായ ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷിയാകട്ടെ എന്നും, വരുന്ന കാലം ഒരുപക്ഷെ ഈ ഒരു സമ്മേളനത്തിൻ്റെ പേരിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകും എന്നും ഞാൻ പ്രത്യാശിക്കുന്നു. അതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, നന്ദി.